IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലെയാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, മത്സരം തുടങ്ങാൻ ഇനി അല്പം നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എങ്ങനെയാണ് ആരാധകരുടെ ഇവിടേക്കുള്ള ഒഴുക്ക്? വിവരങ്ങൾ. പ്രവിത പറഞ്ഞതുപോലെ ഇനി മത്സരം തുടങ്ങാൻ 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ഒക്കെ തന്നെ. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടാണ്. അതിനെ തുടർന്ന് തന്നെ കുറേ ആളുകളുടെ കുറവുണ്ട്. എന്നിരുന്നാൽ പോലും അവസാന നിമിഷമായപ്പോഴേക്കും സൺറൈസേഴ്സിൻ്റെയും കൊൽക്കത്തയോടെയൊക്കെ തന്നെ ഒത്തിരി ആളുകൾ ഫാൻസ് എത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ ഏറെക്കുറെ സീറ്റുകൾ കാലിയാവാത്ത തരത്തിൽ തന്നെ എല്ലാവരും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3ാം കിരീടമാണ് കൊൽക്കത്തയുടെ ലക്ഷ്യം. 2ാം കിരീടം ലക്ഷ്യമിട്ടെത്തുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ പോയിന്റ് പട്ടികയിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തി പ്ലേ ഓഫിലേക്ക് മുന്നേറിയ 2 ടീമുകൾ തന്നെയാണ് കലാശപ്പോരിലെത്തുന്നത് എന്നുള്ളത് ഒരു കാവ്യനീതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കരുത്തു പരിശോധിക്കുകയാണെങ്കിലും ഇരു ടീമുകളും ഒന്നിനൊന്ന് മികച്ച ടീമുകളാണ്. ഈ സീസണിൽ നേരത്തെ മത്സരിച്ച 2 മത്സരങ്ങളിലും ഹൈദരാബാദിനെ തോൽപ്പിക്കാനായതിൻ്റെ കരുത്തിലാണ് കൊൽക്കത്ത എത്തുന്നത്. ഒപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ എലിമിനേറ്ററിൽ ഇതേ ഗ്രൗണ്ടിൽ വെച്ച് രാജസ്ഥാനെ തോൽപ്പിച്ചതോടുകൂടി ആ ഒരു വിന്നിംഗ് മൊമെൻറ്റം കാത്തു സൂക്ഷിക്കാമെന്ന പ്രതീക്ഷയോടെ ഹൈദരാബാദും ഇറങ്ങുന്നത്. ഏറ്റവും നിർണായകമാവുക ടോസ് തന്നെയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ടീമുകളും ചേസിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അത് ഡ്യൂ ഫാക്ടർ കൊണ്ട് മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ വളരെ അപ്രതീക്ഷിതമായി തന്നെ ഡ്യൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിച്ചിൻ്റെ വാശിയേറിയ പോരാട്ടമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. IPL ചാമ്പ്യന്മാരെ അറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലാണ് മത്സരം. വിവരങ്ങളാണ് ചെന്നൈയിൽ നിന്ന് അനിൽ വാസുദേവ് നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.